ഹലോ, ഹായ്. ഒന്ന് നിൽക്കണേ, പെട്ടെന്ന് പറഞ്ഞു ഓടിപ്പോരുതേ. നമ്മുടെ നാട്ടിൽ നാളെ ഇലക്ഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും അല്ലേ? എനിക്ക് ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് 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 വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാളെ നിങ്ങളിൽ വലിയൊരു ശതമാനം ആൾക്കാരും വോട്ട് ഇടാൻ പോകുന്നതായിരിക്കും അല്ലേ? നിങ്ങൾ വോട്ട് ഇടാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് പോയി വോട്ട് ഇടണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ നിലവിൽ നമ്മുടെ നാടിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാണുന്ന വളരെ മോശമായിട്ടുള്ള സംവിധാനങ്ങൾ, വളരെ മോശമായിട്ടുള്ള ഒരു പ്രചരണ രീതി കണ്ടിട്ടാണ് എനിക്ക് പറയണം, ഇലക്ഷൻ ദിവസം മുമ്പെങ്കിലും ഇത് ചെയ്യണമെന്ന് പറയണം തോന്നിയത്. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാ മുന്നണികളും പരസ്പരം പല രീതിയിൽ പ്രകടനങ്ങൾ നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ ഒരൊറ്റ മുന്നണികൾ പോലും ഈ നാടിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി ദീർഘമായിട്ടോ ആത്മാർത്ഥമായിട്ടോ സംസാരിക്കുന്നത് കാണാൻ പറ്റിയില്ല. പലതരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ കണ്ടു, പലതരത്തിലുള്ള ഇന്റർവ്യൂസിൽ കണ്ടു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേട്ടു. ഇവിടെ ഒന്നും ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് പോലും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ അവർ എന്ത് പരിഹാരമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കണ്ടില്ല. കോൺഗ്രസ് പോലുള്ള മുന്നണികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുള്ള സബ്സിഡികൾ കൊടുക്കുന്നതിനെ പറ്റിയും മറ്റും സംസാരിച്ചു കണ്ടു. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ റൂട്ട് കോസ് ആയിട്ടുള്ള കാര്യം എന്താണ്, അതിന് പിന്നിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ആരും സംസാരിച്ചു കണ്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം, ഇറാൻ, ഇസ്രായേൽ, US യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നാളെ എന്തായി തീരും, അവരുടെ ഭാവി എന്ന് പോലും അറിയാത്ത രീതിയിൽ വളരെയധികം ഒരു ധർമ്മസങ്കടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇലക്ഷനിൽ ഒന്നും ആ മനുഷ്യരെ പറ്റി ആരും സംസാരിക്കുന്നത് കണ്ടില്ല. ഒരു പക്ഷെ നാളെ അവരൊരു പ്രതിസന്ധി ഘട്ടത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്ലാൻ ബി നമ്മൾ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു രീതിയിലുള്ള ഒരു പ്ലാനും ആരും തന്നെ ഒരു രാഷ്ട്രീയ നേതാക്കൾ പോലും പറഞ്ഞു കണ്ടില്ല. രണ്ടാമതൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവരും നമ്മുടെ എല്ലാ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ കൊച്ചുങ്ങൾ, നമ്മുടെ പിള്ളേര്, അതിപ്പോൾ വലിയൊരായാലും ചെറിയൊരായാലും വലിയൊരു ശതമാനം ആൾക്കാരും കുട്ടികളും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പല രീതിയിലുള്ള ഡ്രഗ്സിനെ അഡിക്റ്റ് ആയിട്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവിന്റെ വായിൽ നിന്ന് പോലും ഇതുവരെയും നിങ്ങൾ ആ ലഹരിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഒഴുകുന്നതും അതുമായിട്ട് നമ്മുടെ പിള്ളേർ നശിച്ചു പോകുന്നതും അതിനൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സുസ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഏറ്റവും വലിയ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണത്. അതിനെപ്പറ്റി ഒറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഒറ്റൊരു നേതാവ് പോലും ഓതന്റിക് ആയിട്ട്, ലെജിറ്റമേറ്റ് ആയിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല. സത്യത്തിൽ നമ്മൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെങ്കിലും അത് ചിന്തിക്കേണ്ടതാണ്. ഞാനത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രം ചിന്തിക്കണമെന്ന് പറയുന്നതല്ല, ഞാനീ പറയുന്ന കേൾക്കുന്ന എല്ലാ ആൾക്കാരും ഇത് ആക്ച്വലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഞാൻ ഉൾപ്പെടെ ഇപ്പം ജോലി ചെയ്യുന്നത്, ഒരിക്കലും ഞാൻ ജോലി ചെയ്യുന്ന കേരളത്തിലല്ല, ഞാൻ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം എന്റെ നാടിനെ വിട്ടു നിൽക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പിള്ളേരാണ് സത്യത്തിൽ ഓരോ ദിവസവും കേരളം വിട്ട് പോയി പുറത്തു പോയി പഠിക്കുന്നത്. ഈവൻ അതിപ്പോൾ പുറത്തെ രാജ്യങ്ങളായാലും പുറത്തൊരു ഇന്റർ സ്റ്റേറ്റ് ആയാലും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പോലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതായത് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. സത്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ? അല്ലാണ്ട് രാവിലെ ഞാൻ ഒരുപാട് മാനിക്കുന്ന ഒരാളാണ്, പക്ഷേ എങ്കിൽ പോലും സുധാകരന് സീറ്റ് കൊടുത്തില്ല, അപ്പൊ അതിൽ ഹൈക്കമാൻഡിൽ ചർച്ച നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ LDFന്റെ സുധാകരന് സീറ്റ് കൊടുത്തില്ല,